കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഭഗവതി സേവ, ഭദ്രകാളി പൂജ, ഭഗവതി സേവ ഇതെല്ലാം നമ്മൾ ഗൃഹത്തിലെ ഐശ്വര്യത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. എന്താണ് ഭഗവതി സേവ? അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഭദ്രകാളിയെ നമ്മൾ സാധാരണ ഗ്രഹങ്ങളിലൊന്നും ഭദ്രകാളിയുടെ ഫോട്ടോ വെച്ചോ അല്ലെങ്കിൽ മറ്റു തരത്തിലൊന്നും അതിനെ നമ്മൾ പൂജിക്കാറില്ല. എന്നാലും ശിവന്റെ നെഞ്ചിലേക്ക് ആഴ്ന്നിറങ്ങിയ ഒരു മിന്നൽ സമസ്ത ലോകത്തിന് മംഗളമേകിക്കൊണ്ട് മഴ പെയ്ച്ച് ശാന്തമാവുന്ന ഒരവസ്ഥയാണ് നമ്മൾ ഭദ്രകാളിയിൽ കാണുന്നത്. അതായത് ഭദ്രകാളിയെ സംബന്ധിക്കുന്ന വൈദിക ആശയം ഇതാണ്: ഭഗവാന്റെ നെഞ്ചിലേക്ക് ആഴ്ന്നിറങ്ങിയതാണ്, മിന്നൽ സമസ്ത ലോകത്തിന് മംഗളമേകിയതാണ്. ഭദ്രകാളി പത്തില് അതെന്താണെന്ന് വർണ്ണിച്ചിട്ടുണ്ട്. ഭദ്രകാളി പത്ത് വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ഈ ആശയത്തിന് താന്ത്രികമായ ആവിഷ്കാരമാണ് ഭദ്രകാളി ഉപാസന. അതുകൊണ്ട് തന്നെ ഭദ്രകാളിയെ നാം കുലദേവത എന്ന് വിളിക്കുന്നുണ്ട്. മിക്കവാരുടെയും കുലദേവതകൾ ഭദ്രകാളിയാണ്. ആ ഭദ്രകാളിയെ നമ്മൾ വേണ്ടവിധം ആചരിച്ച് ഉപാസിച്ച് പോന്നാൽ നമുക്ക് നല്ല ജീവിതത്തിൽ ഭയങ്കര ഉയർച്ച ഉണ്ടാവുന്നതിന് നല്ലതാണ്. അതായത് ഭദ്രകാളി എന്ന ദേവീ ശക്തിയെ ആവാഹിച്ച് പൂജിച്ച് വർദ്ധിപ്പിച്ച് തന്നിലേക്ക് തന്നെ അതിനെ ഉദ്വാസിക്കുന്ന പ്രക്രിയയാണ് ഭദ്രകാളി പൂജ എന്ന ഭഗവതി സേവ. വിളക്ക്, കലശം, സ്വസ്തിക പത്മം, നവയോനി പത്മം എന്നിവയിൽ ഏതെങ്കിലും ഒന്നിനെ ഉപാധിയായിട്ട് സ്വീകരിച്ചുകൊണ്ട് അതിലേക്ക് ഭദ്രകാളിയെ നമ്മൾ ആവാഹിക്കും. എന്നിട്ട് ഭദ്രകാളിയുടെ ആ അസാന്നിധ്യം, അതായത് ഭദ്രകാളിയുടെ ആ അസാന്നിധ്യം ദേശത്ത് മാരക രോഗങ്ങളും, ഭദ്രകാളി നമ്മളുടെ ദേശത്തോ അല്ലെങ്കിൽ ആ പരിസരത്തോ അമ്പലത്തിലോ ഇല്ലെന്നുണ്ടെങ്കിൽ, ഭദ്രകാളി ഇരിക്കുന്ന അമ്പലത്തിൽ ഭദ്രകാളിയുടെ സാന്നിധ്യം ഇല്ലെങ്കിൽ, അസാന്നിധ്യമാണെങ്കിൽ ആ സ്ഥലത്ത് പട്ടിണി മരണങ്ങള് ദുരന്തങ്ങളൊക്കെ സംഭവിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഉച്ചനീചിത്വങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ ഭഗവത് പ്രീതിക്ക് വേണ്ടിയും ഭദ്രകാളി ഉപാസനയ്ക്ക് വേണ്ടിയുമാണ് നമ്മൾ ഭഗവത് സേവ ചെയ്യുന്നതും. സാധാരണ ഗ്രഹ ഐശ്വര്യത്തിന് വേണ്ടി എല്ലാവരും ഭഗവതി സേവ ഗൃഹങ്ങളിൽ നടത്താറുണ്ട്. അതായത് ഭദ്രകാളിയെ പൂജിച്ച് ഭദ്രകാളിക്ക് ധനം എങ്ങനെ നിലനിർത്താം, ധനം ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്നത് പോലെ എന്തിനു വേണ്ടി അത് പ്രയോഗിക്കുന്നു എന്നത് കാണിച്ചു തരുന്നതിനാണ്. അതായത് ധനം സമ്പാദിച്ച് അതിൽ നിന്ന് ഉന്മത്തനായി ജീവിതം ഇങ്ങനെ അനുഭവിക്കാനല്ല അമ്മ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭഗവതി സേവയിലൂടെ നമ്മൾ അമ്മയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ആ പൂജ വഴിപാട് ഭഗവതി സേവ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഗ്രഹത്തിൽ ഐശ്വര്യം ഉണ്ടാകുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. ദേവീ ദേവന്മാർക്ക് പൂജ ചെയ്യുക എന്നത് സാധാരണ പഞ്ഞമാസമായ കർക്കിടക മാസത്തിലൊക്കെ നമ്മൾ എല്ലാ ദിവസവും ഭഗവതി സേവയും ഗണപതി ഹോമമൊക്കെ ചെയ്യാറുണ്ട്. രാമായണ കർക്കിടക മാസത്തിൽ രാമായണം തുടങ്ങുന്നതിന് മുമ്പ് സ്ഥിരമായിട്ട് എല്ലാ ദിവസങ്ങളിലും ഭഗവതി സേവ ചെയ്യുന്ന വീടുകളൊക്കെ ഉണ്ട്. പൂജകള് ഗ്രഹത്തിൽ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ ഗ്രഹത്തിലെ പൂജകള് ഭഗവതി സേവ നിർബന്ധമായിട്ടും ഗ്രഹത്തിൽ ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഗ്രഹത്തിൽ ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ആചാര്യനടുത്ത് വന്നിട്ട്, നിങ്ങൾ സ്ത്രീകളാണെങ്കിൽ അവരിരുന്ന് ഭഗവതി സേവ ചെയ്ത് ഭഗവതി മന്ത്രങ്ങളെ ഉരുവിട്ടുകൊണ്ട് ആ ഭഗവതി സേവയുടെ ആ ഹോമ കുണ്ടത്തിൽ നിന്നുള്ള ധൂപം നിങ്ങൾ അനുഭവിക്കുന്നത് വളരെ നല്ലതാണ്. ഗണപതി ഹോമം, ഭഗവതി സേവ, അഭിഷേകങ്ങള്, വഴിപാടുകൾ ഇതൊക്കെ നടത്തി ഭഗവത് പ്രീതി വരുത്തണം. അമ്പലങ്ങളിലാണെങ്കിൽ അമ്പലങ്ങളിലൊക്കെ പോയിട്ട് ഇടയ്ക്ക് ഭഗവതി സേവയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. വീടുകളിൽ ചെയ്യുന്നത് അത്യുത്തമമാണ് ഭഗവതി സേവ. ഭഗവതി സേവ ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലും പ്രത്യേകിച്ച് കുടുംബത്തിൽ നല്ല ഐശ്വര്യം നിലനിർത്തുന്നതിന് മാസത്തിലൊരിക്കൽ ഈ കർക്കിടക മാസത്തിൽ എല്ലാ ദിവസവും 30 ദിവസവും രാമായണം വായിക്കുന്ന വീട്ടിൽ രാമായണത്തിന് ശേഷവും അല്ലെങ്കിൽ അതിന് മുൻപും ഗണപതി ഹോമവും അതുപോലെ തന്നെ ഭഗവതി സേവയും ചെയ്യുന്ന വീടുകളും ഉണ്ട്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അത്യുത്തമമായിട്ട് നമുക്ക് ധനം വർധനവുണ്ടാകും. ജീവിതത്തിൽ പല ഉയർച്ചകളും നേടാൻ ഭഗവതി സേവ വളരെ അത്യാവശ്യമാണ്. അമ്പലത്തിൽ ചെയ്യാൻ പറ്റുന്ന അമ്പലത്തിൽ ചെയ്യുക, വീടുകളിൽ ചെയ്യാൻ പറ്റുന്ന വീടുകളിൽ ചെയ്യുക. ഭഗവതി സേവ ചെയ്യാനും അത് നിലനിർത്താനും അതിൻ്റെ അനുഗ്രഹം ഏറ്റുവാങ്ങാനും എല്ലാവരും തയ്യാറാവുക.